ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ്. ഇന്ന് നമ്മുടെ നൈല ചിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ ഏർലി മോർണിംഗ് എണീറ്റ് അവൾക്കുള്ള ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്യുക. ഞാൻ എല്ലായിടത്തും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാക്ക് ചെയ്ത് തുടങ്ങാം. പുള്ളിക്കാരി നല്ല ഉറക്കാണ്. ഇന്ന് ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ആൾക്കറിയില്ല. ഞങ്ങൾ കംപ്ലീറ്റ് സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുക. ഇത് നെച്ച് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബർത്ത്ഡേ കാർഡാണ്. നൈലച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഉമ്മി എന്റെ ബർത്ത്ഡേ എന്നാന്നൊക്കെ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഗിഫ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഇന്ന് പുള്ളിക്കാരിക്ക് 7 വയസ്സാകുക. അപ്പൊ നമുക്ക് പോയിട്ട് ആളെ വിളിക്കാം. ആൾക്ക് ഒരു ക്ലൂ ഇല്ലാട്ടോ, രണ്ടാളും നല്ല വർക്കാണ്. പെട്ടെന്ന് വിളിച്ചിടത്ത് കേക്കും ഗിഫ്റ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഒരു മിനിറ്റ് ആൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഭയങ്കര ഹാപ്പി ആയി, ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഞങ്ങൾ യൂഷ്വലി എല്ലാ ഇയറും മോളുടെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനെ വെച്ചിട്ട് കിഡ്സ് പാർട്ടി ആയിട്ടാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ആളത് വേണ്ട, നാട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതാകുമ്പോൾ ഗ്രാൻഡ് പാരന്റ്സും എന്റെ ബ്രദറും സിസ്റ്ററിലായും കുഞ്ഞും അവയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും കൂടെ നെച്ചുവിന്റെ നെലാടേയും ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് ഫ്രൈഡേ വീക്കെൻഡ് ആണ്. പക്ഷെ നാളെ ഇക്കയ്ക്ക് ഇന്ന് ഓഫീസിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഇക്ക ഓഫീസിലേക്ക് പോയി. കേക്ക് കഴിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് സമയം കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് പിന്നെ നൈലാച്ചിയുടെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു മൂവിയും കണ്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേറെ സെലിബ്രേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ഒരു ഹോൾ ഡേ അവളുടെ ഇഷ്ടത്തിന് സ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഒരു വലിയ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലഞ്ച് ഒക്കെ കഴിഞ്ഞ് റെഡിയായി ഞങ്ങൾ പുറത്തേക്ക് പോയി. ആദ്യ ആള് ചൂസ് ചെയ്തത് സ്പാർക്കീസ് ആണ്. ഇവിടെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് റൈഡ്സ് ഉണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ റൈഡ്സിലും കയറണം എന്ന് പറയും. പക്ഷേ ഈ ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് എല്ലാത്തിലും കയറാൻ പറ്റില്ല. അത് ഭയങ്കര വിഷമം ആൾക്ക്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇസ് എ ചൈൽഡ്ഹുഡ് വർത്ത് റിമെമ്പറിങ്. നാളെ അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ നമ്മൾ ഈ വാങ്ങിക്കൊടുക്കുന്ന വലിയ വലിയ ഗിഫ്റ്റുകളോ ഈ പാർട്ടീസോ ഒന്നും അവർ ഓർത്തിരിക്കണം എന്നില്ല. ബട്ട് ദേ ഓൾവേസ് റിമെമ്പർ ഹൗ ഡീപ്ലി ദേ വേർ ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ. അതുകൊണ്ട് തന്നെ വലിയ പാർട്ടീസ് ത്രോ ചെയ്യുന്നതിലോ ഒരുപാട് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിലോ ഒക്കെ കാണുമ്പോൾ ട്രൂലി മാറ്റേഴ്സ് ഇസ് ഹൗ വി മേക്ക് ദം ഫീൽ. മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ഒരു ഗൈഡിംഗ് ലൈറ്റ് ആയിട്ട് മാറുന്നത് നമ്മൾ പേരൻസ് പകർന്നു കൊടുക്കുന്ന വാല്യൂസും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ലവും കൈൻഡ്നസും ആണ്. അങ്ങനെ സ്പാർക്കീസിലെ കളിയെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരുടെ ലിസ്റ്റിലെ ഇനി നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ഡിഫി പാർക്കാണ്. അങ്ങനെ നമ്മൾ ലിസ്റ്റിലുള്ള ഓരോ കാര്യങ്ങളും ക്രോസ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വിശന്നപ്പോൾ കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാം പുള്ളിക്കാരുടെ ലിസ്റ്റിലുള്ള സാധനങ്ങളാണ്. ഇവിടെ ഡിഫി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂട്ടറും ജീപ്പൊക്കെ ഇങ്ങനെ റെന്റ് ഔട്ട് ചെയ്ത് കുറച്ച് സമയം ഇവിടേക്ക് ഓടിക്കും. അങ്ങനെ ഡിഫി പാർക്കിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നൈലാച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലേക്ക് വന്നു. ഇത് 3 റെസ്റ്റോറൻറ്റ്സ് ചേർന്നിട്ടുള്ള ഒരു ഫുഡ് ഹാൾ ആണ്. ഇവിടെ നമുക്ക് ചൈനീസ്, ഇന്ത്യൻ, ഇറ്റാലിയൻ ഈ 3 ക്യൂസീൻസും കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ഇവിടെ ആദ്യമായിട്ട് പോകുന്ന ആളാണെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ദെയർ മംഗോളിയൻ ബീഫ് വിത്ത് ഫ്രൈഡ് റൈസ്. ട്രസ്റ്റ് മീ, ഇറ്റ്സ് അനദർ ലെവൽ. അതുപോലെ അവരുടെ പ്രോൺസ് ഡൈനമൈറ്റ്, പാസ്ത, സുഷി എല്ലാം നല്ലതാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള ലാസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് ബി11 വൈറൽ ആയതുകൊണ്ട് എല്ലാവർക്കും എന്തായാലും അറിയാൻ പറ്റുമല്ലോ. ഇവിടെ ഈദിന് ശേഷം ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. ഫുഡ് ഇൻഫെക്ഷൻ ആയതിന്റെ പേരിൽ കുറച്ച് നാൾ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും എല്ലാ സാധനങ്ങളും അവൈലബിൾ അല്ല. ഞങ്ങൾ മിൽക്ക് കേക്കും പിന്നെ പേരറിയാത്ത ഏതോ ഒരു ഡിസേർട്ടും വാങ്ങിയിട്ട് അവിടെ നിന്ന് വന്നു. Today was a long tiring day, but it was one of the best. We had so much fun. Naila ഭയങ്കര ഹാപ്പി ആയിരുന്നു. And truly it was her day. അപ്പോൾ അത്രയേ ഉള്ളൂ. See you in the next video. Bye bye.